ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും അഫ്ഗാനിസ്ഥാന്റെയും കണക്ടിവിറ്റി ഹബ് എന്ന നിലയിൽ ചാബഹാർ തുറമുഖത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 7ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 1-നും 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നും നടക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 സീറ്റുകളിലേക്കാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലേക്കും വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് 5ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലും ന്യൂഡൽഹിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. ഹരിയാനയിലെ അംബാല, സോനിപത്ത് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ ഡൽഹിയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഹിമാചൽ പ്രദേശിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവർ ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ബരാബങ്കി മണ്ഡലത്തിലും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഫൈസാബാദ്, സുൽത്താൻപൂർ, അംബേദ്കർ നഗർ എന്നിവിടങ്ങളിലും ഇന്ന് പ്രചാരണത്തിനെത്തും. BSP അധ്യക്ഷ മായാവതി ബസ്തി ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഇന്നലെ മുംബൈയിൽ INDI സഖ്യം റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, NCPയുടെ മുതിർന്ന നേതാവ് ശരത് പവാർ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും അഫ്ഗാനിസ്ഥാന്റെയും കണക്ടിവിറ്റി ഹബ് എന്ന നിലയിൽ ചാബഹാർ തുറമുഖത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല കരാർ വലിയ നേട്ടമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാന് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കരപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചാബഹാർ തുറമുഖത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. കംബോഡിയയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലേക്കും എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ വ്യാജ തൊഴിൽ ഏജന്റുമാരിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന തട്ടിപ്പ് കമ്പനികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. അംഗീകൃത ഏജന്റുമാർ മുഖേന മാത്രമേ കംബോഡിയയിൽ ജോലി ഏറ്റെടുക്കാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. കാലാനുസൃതമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഇന്ത്യ വികസന ശക്തിയായി തുടരുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തോടൊപ്പം കഴിവും മത്സരശേഷിയും വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ ശ്രമമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ട്രേഡേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ വളർച്ച, വ്യാപക പരിഷ്കാരങ്ങൾ, സാമ്പത്തിക അച്ചടക്കം, അടിസ്ഥാന സൌകര്യ വികസനം, ദ്രുതഗതിയിലുള്ള ഡിജിറ്റൈസേഷൻ എന്നിവയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ വിധി പറയുന്നത് സുപ്രീംകോടതി മാറ്റിവച്ചു. എന്നാൽ സാധാരണ ജാമ്യം ലഭിക്കാൻ വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച തലവടി, തഴക്കര, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ ഇന്ന് കള്ളിംഗ് നടത്തും. പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12,678 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആലപ്പുഴ ജില്ലയിൽ തഴക്കര, ആനപ്രാമ്പാൽ, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്.
കേരളത്തിൽ കാര്യക്ഷമത കുറയാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. നിലവിൽ ലേണേഴ്സ് ലൈസൻസ് ലഭ്യമായതും ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് ലഭിക്കേണ്ടതുമായ 2,24,972 അപേക്ഷകരാണ് ഉള്ളത്. 10 ലക്ഷത്തിൽ പരം അപേക്ഷകൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. സാരഥി സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ കർശന ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. ഉഷ്ണതരംഗവും തുടർന്നുള്ള വേനൽ മഴയും കാരണം ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചപ്പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ആശുപത്രികളിൽ പ്രത്യേക ഫീവർ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീമതി വീണ ജോർജ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് 18 റൺസിനാണ് മുംബൈയെ പരാജയപ്പെടുത്തിയത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ സൂപ്പർ ജയന്റ്സ് 214 റൺസ് നേടി. IPLൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. തുർക്കിയിൽ നടക്കുന്ന ലോക ടേബിൾ ടെന്നീസ് ഫീഡർ ടൂർണമെന്റ് കിരീടം ഇന്ത്യയ്ക്ക്. മിക്സഡ് ഡബിൾസിൽ പൊയ്മാൻഡി ബൈസിയ, ആകാശ് പാൽ എന്നിവർ ഇന്ത്യയ്ക്കായി കിരീടം നേടി. ഇന്ത്യൻ താരങ്ങളായ അനിർബാൻ ഘോഷ്, സ്വാസ്തിക ഘോഷ് എന്നിവരെ 3-2 പരാജയപ്പെടുത്തിയാണ് വിജയം. 2027 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കും. 74ാമത് ഫിഫ സമ്മേളനത്തിലാണ് തീരുമാനം. ബെൽജിയം, നെതർലാൻഡ്സ്, ജർമ്മനി എന്നീ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ബ്രസീൽ അവസരം സ്വന്തമാക്കിയത്. രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഈ മാസം 23 വരെ ഒറ്റപ്പെട്ട കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, കേരളം, മാഹി, ആന്ധ്രാപ്രദേശ്, റായൽസീമ, കർണാടക എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 20-21 ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ, മധ്യ, കിഴക്കൻ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചക്രവാത ചുഴിയുടെ പ്രഭാവത്താൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണം. ഗസയിൽ നിന്ന് 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഒക്ടോബർ 7 കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഗസയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 252 പേരെ ബന്ദികളാക്കി തിരികെ ഗസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. നേപ്പാളിൽ ജനപ്രതിനിധി സഭയിൽ നിന്ന് വിശ്വാസ വോട്ടെടുപ്പ് നേടാനൊരുങ്ങി പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ. ഇതിനായി ഫെഡറൽ പാർലമെന്റ് സെക്രട്ടേറിയറ്റിന് കത്തയച്ചു. പാർട്ടി പിളർപ്പിനെ തുടർന്ന് ജനതാ സമാജ്വാദി പാർട്ടി ഈ മാസം 13 പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. 2022 ഡിസംബർ 25 നേപ്പാൾ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ പ്രചണ്ഡ ഇത് 4ാം തവണയാണ് വിശ്വാസ വോട്ടെടുപ്പ് തേടുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ഇൻഡിഗോയുടെ പ്രതിദിന സർവീസ് ആരംഭിച്ചു. പുലർച്ചെ 186 യാത്രക്കാരുമായാണ് ആദ്യ വിമാനം പുറപ്പെട്ടത്. ഇതോടെ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ ആഴ്ചയിൽ 17 സർവീസുകളായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും അഫ്ഗാനിസ്ഥാന്റെയും കണക്ടിവിറ്റി ഹബ് എന്ന നിലയിൽ ചാബഹാർ തുറമുഖത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.